Hey guys, once again welcome back to Learning for SSLC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കാൻ പോണത് നമ്മുടെ ഇംഗ്ലീഷിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിലെ മൈ സിസ്റ്റേർഡ് ഷൂ എന്ന വലിയൊരു ചാപ്റ്റർ ഇൻ എ നട്ട്ഷെൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ടാക്കി പഠിക്കാൻ പോവാണ്. നമ്മൾ പെട്ടെന്ന് കിടക്കുകയാണ്. ഇതോ മജീദ് മജിയാണ്. ആരാണ് ഇതിൻ്റെ ഓദർ മജീദ് മജിയാണ്. അപ്പം മജീദ് മജി ഓദർ ട്ടോ. അടുത്ത് നോക്കുകയാണ്. നമ്മൾ നോക്കുകയാണ് സീൻ നമ്പർ 1 ഇൻ എ നട്ട്ഷെൽ. എന്ന ആദ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂ, അതായത് പരമാവധി ആറ്റി ചുരുക്കി എഴുതുന്നതിനാണ് പറയുന്നത് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുക. അപ്പോൾ സീൻ നമ്പർ 1 നോക്കാം. സീൻ നമ്പർ 1 ഇത് ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞുതരാം. സീൻ നമ്പർ 1 പറഞ്ഞാൽ കോബ്ലറിന്റെ ഷോപ്പിൽ നിന്ന് അലി ഗെറ്റ് സിസ്റ്റർ, അതായത് സിസ്റ്ററിന്റെ പിങ്ക് ഷൂ റിപ്പയർ അത് നന്നാക്കാൻ കൊടുത്ത് തിരിച്ചു വാങ്ങി ആരുടെ അടുത്ത് നിന്ന്, ചെരുപ്പ് കുത്തിയുടെ അടുത്ത് നിന്ന്. പിന്നെ അലി പേ മീൻസ് പൈസ, നമുക്കറിയാലോ. ആ പൈസ എന്താക്കി അലി കൊടുത്തതിന് ശേഷം എന്താക്കി ഷോപ്പിൽ നിന്ന് എന്താക്കാണ് ഷൂ വാങ്ങുകയാണ്. പിന്നെ എ മാൻ എൻറ്റേർഡ് നിയർ ബൈ ഡോർ, അതിപ്പോൾ എന്താക്കി അലി ചെരുപ്പ് വാങ്ങിയിട്ട് നേരെ അവൻ്റെ തൊട്ടടുത്തുള്ള സ്മാൾ ബാഗ്, അതായത് ചെറിയ സ്മാൾ ബാഗ് എന്ന് പറഞ്ഞാൽ സ്മാൾ ബ്ലാക്ക് ബാഗാണ് കേട്ടോ. സ്മാൾ ബ്ലാക്ക് ബാഗ്, ഓക്കെ. സ്മാൾ ബ്ലാക്ക് ബാഗിലേക്ക് ഇടുകയാണ് ചെയ്തത്. അടുത്തത് സീൻ നമ്പർ 2 നോക്കുകയാണ്. സീൻ നമ്പർ 2 ബേക്കറിയിലാണ്. ബേക്കറിയിൽ അലി ഹെൽപ്പ് ഇൻ ബേക്കറി ബൈ സ്റ്റാക്കിങ്, അതായത് അലി അവിടുത്തെ നാനാണല്ലോ, നാൻ. അപ്പോൾ ആ നാൻ എന്നൊരു നമ്മൾ ചപ്പാത്തി പോലത്തെ ഒരു സാധനം, ആ ഒരു സാധനത്തെ അട്ടി വെക്കാൻ ആരെ സഹായിക്കുകയാണ്? ബേക്കറി കടക്കാരനെ എന്താക്കാണ് അലി സഹായിക്കുകയാണ്. അതിനുശേഷം എന്താക്കി ആഫ്റ്റർ ഫിനിഷിങ് എന്താക്കി വൺ ബണ്ടിൽ, അതായത് ഒരു കെട്ടിനാണ് അവൻ്റെ അടുത്തേക്ക് എവിടേക്ക് കൊണ്ടുപോകണം, അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. ഓക്കെ. അതിനുശേഷം സീൻ 3 വെജിറ്റബിൾ സ്റ്റോർ. സീൻ 3 വെജിറ്റബിൾ സ്റ്റോർ എന്താണ് സംഭവിക്കുന്നത്? വെജിറ്റബിൾ സ്റ്റോർ അലി ഗോൺസ് വെജിറ്റബിൾ പൊട്ടാറ്റോ ആൻഡ് അവർക്ക് വീട്ടാവശ്യമായ, അതായത് ആദ്യം എവിടെ കയറി? കോബ്ലറിന്റെ ഷോപ്പിൽ നിന്ന്. അവിടെ നിന്ന് നേരെ എവിടെ കയറി? മറ്റേ ബേക്കറിയിൽ നിന്ന് നേരെ വെജിറ്റബിൾ സ്റ്റോറിൽ നിന്ന് അവനക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അവനെ ബാഗിലേക്ക് ഇട്ടു. ബാഗിലേക്ക് ഇടുമ്പോഴാണ് അവൻ ഒരു മിസ്റ്റേക്ക് ശ്രദ്ധിക്കുന്നത്. അവന്റെ ബാഗിൽ ആ പിങ്ക് കളർ ഷൂ ഇല്ല, അതായത് സഹറയുടെ സിസ്റ്ററിന്റെ പിങ്ക് കളർ ഷൂ ഇല്ല. ഓക്കെ. അതെന്താക്കി അപ്പോഴാണ് അവന് മനസ്സിലായി ബാഗിൽ നിന്ന്, അതായത് ബാഗ് പുറത്ത് വെച്ചപ്പോൾ അവിടെ ഒരു ജങ്ക് കളക്ടർ ഇല്ലായിരുന്നു. ജങ്ക് കളക്ടർ, അതായത് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ. ആ ജങ്ക് കളക്ടർ ആ ബാഗ് വേസ്റ്റ് ആണെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു? വേസ്റ്റ് എടുത്ത് ഇട്ടിട്ടുണ്ടാകും എന്നാണ് അവൻ കരുതുന്നത്. അടുത്തത് അക്ബർ, ഇത് ഷോപ്പ് കീപ്പർ, അതായത് അക്ബറാണ് ആര്? അടുത്ത ഷോപ്പ് കീപ്പർ, അതായത് കടക്കാരൻ. അക്ബറാണ് ഷോപ്പ് കീപ്പർ, കടക്കാരൻ. ആ കടക്കാരൻ വിചാരിക്കാൻ ബിക്കം അംഗ്രി, കടക്കാരൻ ദേഷ്യപ്പെട്ടു. അലീസെ കൊശസ് മെസ് എന്ന് പറഞ്ഞാൽ അവിടെ അലങ്കോലമാക്കി മാറ്റി. അത് സെർച്ചിങ് മിസ്സിംഗ് ഷൂ, അതായത് അലി വിചാരിച്ചു വെറുതെ നോക്കിയേക്കാന്ന് വിചാരിച്ചു വെജിറ്റബിൾ സ്റ്റോർ മൊത്തം മെസ്സാക്കാണ്. മെസ്സ് എന്ന് പറഞ്ഞാൽ അലങ്കോലമാക്കുകയാണ്. പിന്നെ അത് കാണാതെ ഷൂക്ക് വേണ്ടി. ഇനി അവസാനം സീൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ അലീസ് ഹോം, അലിയുടെ വീട്ടിൽ നിന്ന്. അറ്റ് ഹോം അലി ആൻഡ് സഹറ കമ്മ്യൂണിക്കേറ്റ് മീൻസ് വർത്തമാനം പറയാ. വർത്തമാനം കമ്മ്യൂണിക്കേറ്റ് എന്ന വർത്തമാനോ നോട്ട്ബുക്ക്, അതായത് അവർക്ക് എന്താണ് ഈ ഷൂ കളഞ്ഞു പോയത്. ഇതാ ഇവിടെയുള്ള അവരുടെ അച്ഛൻ അതേപോലെ അമ്മ ഒന്നും അറിയാൻ പാടില്ല. അച്ഛനും അമ്മയ്ക്കും എന്തറിയാൻ പാടില്ല? അറിഞ്ഞ അവിടെ വലിയ വിഷയമാവും. അതുകൊണ്ട് അവരെന്തൊക്കെയാണ് സൗണ്ടിൽ പറഞ്ഞ അമ്മയും അച്ഛനും, അതുകൊണ്ട് അവരെ എന്ത് ചെയ്യാണ്? നോട്ട് ബുക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നോട്ട് ബുക്കിൽ എഴുതി സംസാരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് സഹറ വേരിയസ് അബൌട്ട് ഗോയിങ് ടു സ്മോൾ വിത്തൗട്ട് ഷൂ. ഓക്കെ. അതായത് എങ്ങനെയാണ് നാളെ സ്കൂളിൽ മറ്റേ ചെരുപ്പില്ല, അതായത് അവിടെ ഷൂ ഇല്ലാതെ പോവാൻ പറ്റൂല എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. സ്നീക്കേഴ്സ് മീൻസ് ചെരുപ്പ്. അപ്പൊ അലിയുടെ സജഷൻ ആണ് അലിയുടെ ഷൂ ഇട്ട് പോയിക്കോളാൻ പറയുകയാണ്. ദ പാരന്റ് ഡിസൈഡ്സ് ഫൈനലി പ്രോബ്ലം ആൻഡ് ഹെൽത്ത് ഇഷ്യൂ, അതായത് അവർക്ക് എന്തുണ്ട്? അവർക്ക് പാരന്റ്സിന് എന്താണ് വിഷയം? അവരുടെ ഹെൽത്ത് ഇഷ്യൂ, അതേപോലെ അവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ, അതൊക്കെയാണ് അവരുടെ വിഷയം. ഇതിലേക്ക് ഒരു ചെരുപ്പ് കൂടി കാണാണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല. അതാണ്, അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് ആറ്റി ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന പലതരം ക്വസ്റ്റ്യൻ ഉള്ള ചാപ്റ്റർ ആണ്, ഷുവർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, പഠിച്ചു കേട്ടാ. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.